അത് കഴിഞ്ഞിട്ട് നിങ്ങൾ UAE മൂവ് ചെയ്യല്ലേ? അതെ, കോളേജ് കഴിഞ്ഞ് ഞാൻ നേരെ പ്ലേസ്മെന്റ് കിട്ടി. അങ്ങനെ ആസ് യൂഷ്വൽ ഒരു നോർമൽ കോർപ്പറേറ്റ് ജോബ് ആ ഒരു ഇതിൽ തന്നെ കയറി. പിന്നെ ആ ഒരു സ്റ്റാർട്ടിങ് മുതലേ മീൻസ് ഇതെല്ലാം നമുക്ക് ലൈഫിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു മൈൻഡിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ വേറെ കോഫൗണ്ടർ നമ്മളെ സൽമാൻ അറിയില്ല? ഓക്കെ. അപ്പൊ നമ്മള് ഒക്കെ ആയിട്ട് ചുമ്മാ അന്ന് ആ ടൈമില് ഒരു ബോധമില്ലാത്ത ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുബായിൽ പോയി സ്റ്റാർട്ടപ്പ് തുടങ്ങാന്നുള്ള ഒരു ക്രേസി ഐഡിയ. ഐഡിയ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഇപ്പൊ നോക്കുമ്പോ അത് നല്ല മണ്ടത്തരായിരുന്നു തോന്നുന്നത്. അത് നമ്മള് ഇവിടെ കേരളത്തില് നമ്മളെ ഹോം ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് അത്രയും ടഫായിട്ടുള്ള കാര്യമാണ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. നമ്മള് നേരെ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി അങ്ങനെ കുറച്ചു കാലം ട്രൈ ചെയ്തു. പക്ഷെ ഒരു ഇൻവെസ്റ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് റേസ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്തോ കുറച്ചു കാലം ഒരു 3-4-5 months ഓർ സംതിങ് അങ്ങനെ നമ്മള് ഫണ്ട് റേസ് ചെയ്യാൻ നോക്കി. പക്ഷെ ഇൻവെസ്റ്റേഴ്സ് ബാക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഇതായിരുന്നു. കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അത്രയും മൂവ് ചെയ്ത്. പക്ഷെ പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ള സ്റ്റേജ് വന്നപ്പോൾ പിന്നെ കമ്പനി വീണ്ടും ഒരു ജോബിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒരു സ്റ്റേജിൽ വന്ന് അങ്ങനെയാണ് ഞാൻ ദുബായിലൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നത്, ബോക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അവിടെ കയറി. അവിടെ നിന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഒരു ഓൾമോസ്റ്റ് 1 year പിന്നെ അവിടെ ആ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തു. സ്റ്റാർട്ടപ്പ് ഒരു റിയൽ വർക്കിംഗ് സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ടീം ഡൈനാമിക്സും കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് അവർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. പക്ഷെ സ്റ്റിൽ നമുക്ക് അവിടെയും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതും VC ഫണ്ടഡ് ആയിരുന്നു. അപ്പം അതിൽ ഒരു കുറച്ച് കഴിഞ്ഞൊരു 1 year ഒക്കെ കഴിഞ്ഞപ്പോഴും അവർ ഫണ്ടിങ് ഡ്രൈ ഔട്ടായി. ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ എന്തോ അതും ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു.